ഇരുണ്ട കാലമോ എന്ന ചോദ്യം തുടരുകയാണ്. മധു, എനിക്കറിയേണ്ടത് ആ ബില്ല് എവിടെ മക്കളെ, പിന്നെ ആ തള്ളെവിടെ മക്കളെ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസക്കാലം KSEB നമുക്ക് സർക്കാർ ചെലവിൽ അച്ചടിച്ച് നൽകിയ ബില്ലുണ്ടല്ലോ, അതിൽ താഴെ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ഒരു വരി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം ബില്ല് വരുമ്പോൾ അതിൽ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് അനുഭവവേദ്യമാക്കിയ 1 മാസക്കാലം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പ്രിന്റ് ചെയ്ത് തന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഉള്ള കറണ്ട് ഉള്ള കാലത്ത് കൊടുക്കാനാണെങ്കിൽ ഈ പറയുന്ന ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും IAS ഉദ്യോഗസ്ഥരുടെയും ഒന്നും മേൽനോട്ടത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഉദ്യോഗസ്ഥർക്ക് വളരെ സാങ്കേതികമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളൊരു വിഷയത്തെ സാങ്കേതികമായി ന്യായീകരിക്കണമോ രാഷ്ട്രീയമായി വിശദീകരിക്കണമോ എന്ന സെലക്ഷൻ നമ്മളുടേതാണ്. അത് ചില സമയത്ത് നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ പവർ കൺസംഷൻ, ആ ചൂടിൻ്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന നിലയ്ക്ക് നമുക്ക് പരിശോധിക്കാൻ തോന്നും. ചില സമയത്ത് നമുക്കതൊരു രാഷ്ട്രീയ കാലത്തിൻ്റെ പിടിപ്പുകേട് എന്ന നിലയ്ക്ക് പരിശോധിക്കാൻ തോന്നും. ഇതിലേത് വേണം എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ മാത്രം വളരെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാകുന്ന സമയത്താണ് അത് എക്സ്പോസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് നോക്കൂ, ഇപ്പം വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത് 2024 ഏപ്രിൽ 5-നാണ്. ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? ശരിയല്ലേ? അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ടാണ് എന്നുള്ളതാണ്. അങ്ങ് ചിന്തിച്ചെടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ട് എന്നുള്ളതാണ്. എന്താണ് പവർ കട്ട്? എന്താണ് ലോഡ് ഷെഡിങ്? പവർ കട്ട് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ടുണ്ടാകുന്ന ഒരു പവർ ഫെയിലിയർ ആണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ അൺപ്ലാൻഡ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുമാണ് UDFന്റെ കാലത്ത് ഈ ഫെയിലിയർ ഉണ്ടായത് എന്നാണോ വി ശിവൻകുട്ടി പറഞ്ഞത്? അങ്ങനെ ഒരു വാദം PR സുനിലുണ്ടോ? അൺഎക്സ്പെക്റ്റഡ് ആണോ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ UDFന്റെ കാലത്ത് പവർ ഫെയിലിയർ, അതോ ലോഡ് ഷെഡിങ് ആയിരുന്നോ? ലോഡ് ഷെഡിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ സാങ്കേതികമായ കാര്യങ്ങളിൽ തെറ്റ് അപ്പുറത്തും പറ്റുന്നുണ്ട്. കാരണം പവർ കട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലോഡ് ഷെഡിങ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് വാദം. ആയിക്കോട്ടെ. അപ്പോ ഈ പവർ കട്ട് എന്ന വാക്കാണല്ലോ വി ശിവൻകുട്ടി പോസ്റ്റിൽ ഉപയോഗിച്ചത്. 2 വാക്കില്ല, അതിനകത്ത് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ലോഡ് ഷെഡിങ് പറയുന്നത് പ്ലാൻഡ് ആണ്. അത് ഓരോ സമയത്ത് ഓരോ ഇടങ്ങളിൽ വെച്ച് നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത സമയത്ത് വളരെ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഈ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമല്ലാത്ത ഈ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും. ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരണം. ഇതൊന്ന് വിശദിപ്പം KSEB ഓഫീസിൽ രാത്രി ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു 1-2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ കുടുംബമടക്കം KSEB ഓഫീസിലേക്ക് എഴുന്നേറ്റ് പോകണമെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുള്ളത് കൊണ്ടും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നതുമൊക്കെ കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒരു സമരമാർഗം എന്ന നിലയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഒന്ന് സമ്മതിക്കണം. KSEB ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ MM മണിയുടെ കാലത്താണ് KSEBക്കാർ ഫോൺ എടുത്തു തുടങ്ങിയത്. രാത്രി വിളിച്ചാൽ ഫോൺ എടുത്തു തുടങ്ങിയത് ആ കാലഘട്ടത്താണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് ഇപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. എന്താണെന്ന് അറിയാമോ? ഫോൺ എടുത്താൽ ഇവർക്ക് പറയാനൊന്നുമില്ല. ഈ പറയുന്ന പ്രത്യേക പ്രതിഭാസം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് എന്നതാണ് അതിന് കാരണം. ഈ ഒരു കരാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ 2015 ഉണ്ടായ കരാർ. 2015 ഈ കരാറുണ്ടായി. 2016 LDF സർക്കാർ വരുന്നുണ്ട്. 7 വർഷക്കാലം, അതിൽ 1 വർഷക്കാലമാണ് UDF ആ കരാറുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ പവർ പർച്ചേസ് ചെയ്തത്. അതിനുശേഷം 6 വർഷം കൂടി 2022 വരെ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പവർ പർച്ചേസ് ഉണ്ടാകുന്നുണ്ട്. 4.29 രൂപയ്ക്ക് 25 വർഷത്തേക്ക് 500 മെഗാവാട്ട് പവറാണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ 115 മെഗാവാട്ട് 4 രൂപ 11 പൈസയ്ക്കും 350 മെഗാവാട്ട് 4 രൂപ 29 പൈസയ്ക്കും വാങ്ങാനുള്ള കരാറായിരുന്നു ഉണ്ടായിരുന്നത്. 2022 മെയ് മാസത്തിലാണ് കരാർ റദ്ദാക്കുന്നത്. അപ്പോൾ 2023 മഴക്കുറവുണ്ടായി, വലിയ ചൂടും ഉണ്ടായി. അപ്പോൾ ഈ കരാറിനെ കുറിച്ച് വീണ്ടും ചർച്ചയുണ്ടാവുകയും UDFന്റെ കാലത്തെ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അന്ന് ആ കരാർ പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയ സമയത്ത് ഈ കമ്പനി തന്നെ ആ വിലയ്ക്ക് കരാർ നൽകാൻ തയ്യാറാകുന്നില്ല. അന്ന് ടെൻഡർ വിളിച്ചു സർക്കാർ. ടെൻഡർ വിളിച്ചപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പൈസ ഓർമ്മയുണ്ടല്ലോ, 4 രൂപ 29 പൈസ എന്നത് അദാനി കോട്ട് ചെയ്ത പൈസ 6 രൂപ 9 പൈസയാണ്. DB പവർ 100 മെഗാവാട്ട് 6 രൂപ 97 പൈസയ്ക്ക് തരാം എന്നും കോട്ട് വെക്കുകയാണ്. പക്ഷേ അത് രണ്ടും വലിയ തോതിലുള്ള അധിക ചെലവുണ്ടാകുന്ന ഒന്നാണ്. ഈ ടെൻഡർ വിളിച്ചാൽ പക്ഷേ ഈ കരാറിന് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഈ 25 വർഷത്തെ കരാറിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചട്ടലംഘനങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട അനുമതികൾ കൃത്യമായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
റെഗുലേറ്ററി കമ്മീഷനും AGയും ഇത് ചൂണ്ടിക്കാണിച്ചു. B അശോക് ഈ കാര്യങ്ങൾ ഫയലിൽ എഴുതി. മാത്രമല്ല അന്ന് ടോം ജോസ് അദ്ദേഹവും നോട്ട് എഴുതി. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും ഈ 4 വിയോജന കുറിപ്പുകളും കണ്ടെത്തലുകളും ഉള്ള സമയത്ത് ഈ കരാറുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നില സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. ആ കരാറ് വൈദ്യുതി വകുപ്പിന്റെ സെക്ഷൻ 108 പ്രകാരം റദ്ദ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഇത് നോക്കൂ, പോയ സർക്കാരിന്റെ കാലത്തെ ചട്ടലംഘനമാണ്. പോയ സർക്കാരിനെ വേണമെങ്കിൽ വിചാരണ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് രാഷ്ട്രീയമായി. നമുക്ക് ഇരുണ്ട കാലമെന്ന് അന്നും വിളിക്കാമല്ലോ. പക്ഷെ അതുണ്ടായില്ല. അതിന് പകരം ഈ 108 ചട്ടപ്രകാരം ആ കരാർ റദ്ദാക്കുകയാണ് ചെയ്തത്. ഈ കരാറിന്റെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് ആ ഘട്ടത്തിൽ ഒരു തരത്തിലും പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതിലും ചുരുങ്ങിയ വിലയ്ക്കാണ് നമുക്ക് ആ പവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. ഈ കമ്പനി തന്നെ പണം കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ കരാർ നിലവിലുണ്ട്. ഇനി ഈ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ PR സുനിൽ തിരുത്താം. അതായത് ഈ കമ്പനിയുമായുള്ള കരാറ് നമ്മൾ റദ്ദാക്കുന്നത് ഏകപക്ഷീയമായി സർക്കാർ പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്തിട്ടാണെന്നാണ് ഞാൻ ഇന്ന് വായിച്ചത്. എനിക്ക് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലാത്തതുകൊണ്ട് ഞാനതിനെ ആ നിലയ്ക്ക് എടുക്കുന്നില്ല. തെറ്റുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം, മറ്റാർക്ക് വേണമെങ്കിലും തിരുത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടൊരു ഞാൻ മനസ്സിലാക്കിയ വിവരമനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത കരാർ റദ്ദാക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്ത വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു 10 സെന്റ് സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്, അത് വിറ്റാൽ നമുക്ക് തെരുവിലോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. പകരം പർച്ചേസ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള വില എത്രയും നമ്മൾ അന്വേഷിക്കണമല്ലോ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത വർഷമാണ് ഈ 6 രൂപ 97 പൈസയ്ക്ക് വരെ നമുക്ക് ടെൻഡർ വിളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ആര്യാടൻ മുഹമ്മദിനെതിരെ അന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ ഇരുണ്ട കാലത്തിന് ആര്യാടൻ മുഹമ്മദിന്റെ ഫോട്ടോ വെച്ച്, ഇബ്രാഹിം കുഞ്ഞിന്റെ ഫോട്ടോ വെച്ച് തിരിച്ചു വരല്ലേ മകനെ, മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാമെങ്കിൽ അന്ന് ആ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം ഇപ്പൊ 10 രൂപ 12 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോവാ. ഇനി പോട്ടെ, ഈ 10 രൂപ 12 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ലാഭവിഹിതത്തിലെ കുറവ് എന്ന് KCB വെക്കുവോ? ഈ 10 മുതൽ 12 ഞാൻ പറയാം. അതായത് 10 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഒരു അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ്, അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നുള്ളതല്ല. ഉള്ള കാലത്ത് കൊടുക്കാനാണെങ്കിൽ ഈ സംവിധാനം വേണ്ട. ഇലക്ട്രിസിറ്റി വകുപ്പിലേക്ക് മേലുദ്യോഗസ്ഥരുടെ ശമ്പളം കേട്ടാണ്ടല്ലോ, PR സുനിൽ ഞെട്ടും. വീട്ടിൽ വെക്കാത്ത AC 10 വെക്കാം വേണമെങ്കിൽ, ആ റേഞ്ച് ശമ്പളം കിട്ടുവാണെങ്കിൽ. അപ്പോൾ അതൊന്ന് ഞാൻ അവിടെ കൊണ്ടത് നിർത്തുകയുമാണ്. അപ്പോൾ ആ ശമ്പളം വാങ്ങി ഇതിന്റെ മേൽനോട്ട ചുമതലയും ഇതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ചൂടുണ്ടായാൽ 40 ഡിഗ്രിക്ക് മുകളിൽ കേരളത്തിന് ചൂടുണ്ടാവുന്ന ആദ്യമായിട്ടാണോ? അല്ല, ആണോ? 2024 ഉണ്ടായിട്ടുണ്ട്. 2024 തന്നെ പറഞ്ഞാണ് ഇനി ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണ്. അതെ, രാജ്യത്താകെ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ബീഹാറിൽ 4 മുതൽ 7 മണിക്കൂർ വരെ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ ഒരു ദിവസം ഒരു ഡ്രിപ്പ് ആവുന്നു. കുറച്ച് ദിവസമായി തുടരുന്ന പ്രതിഭാസമാണ് അത്. കൃത്യം രാത്രിയാവുമ്പോൾ തുടരുമെന്നോ ഒരു ലോഡ് ഷെഡിംഗ് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടെന്നോ സർക്കാരോ KCB ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ സമയം മാത്രമല്ല, ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത കാലവും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കാൻ പറ്റാതിരിക്കുകയും പവർ കട്ടാണ് എന്ന് പോലും പറയാതിരിക്കുകയും പവർ കട്ടാണെന്നും ലോഡ് ഷെഡിംഗും ആണെന്നും പറയുന്ന മനുഷ്യരെ കൂട്ടമായി ആക്രമിക്കുകയും ചെയ്യുന്നത് നേരത്തെ ഇരുണ്ട കാലം എന്ന് പറയുന്ന ക്യാപ്ഷൻ ഇട്ടതുകൊണ്ടാണ്. ഞാൻ നോക്കൂ, പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇരുണ്ട കാലം എന്ന LDFന്റെ ക്യാപ്ഷൻ പവർ ഫെയിലിയറുമായി ബന്ധപ്പെട്ടോ പവർ കട്ടുമായി ബന്ധപ്പെട്ടോ മാത്രം ഉണ്ടായൊന്നല്ല. അത് എല്ലാ ഭരണമേഖലയുമായി ബന്ധപ്പെട്ട്, ഇപ്പം KSRTCയുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല കാലങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷെ വെളിച്ചമില്ലെങ്കിൽ, ഇരുട്ടാണെങ്കിൽ, വെളിച്ചമില്ലാത്ത ഈ സമയത്തെ വേണമെങ്കിൽ ഇരുണ്ട കാലം എന്ന് പറയാം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നമുക്ക് 2 കരാറുകൾ, നേരത്തെ സ്മൃതിവാദം ചൂണ്ടിക്കാണിച്ചതുപോലെ 2 കരാറ് ഈ പവർ സ്വാപ്പിംഗ് ആണ്. നമുക്കുള്ള സമയത്ത് കൊടുക്കുകയും ഇല്ലാത്ത സമയത്ത് മേടിക്കുകയും ചെയ്ത 2 കരാറുകൾ കഴിഞ്ഞു. നമുക്ക് കിട്ടേണ്ടത് 29-ാം തീയതി ഒന്നുകൂടി കഴിയും. അപ്പോഴും നമുക്ക് ഈ പറയുന്ന ഷോർട്ടേജ് ഉണ്ടാകും. ഇതൊക്കെ കണക്ക് കൂട്ടാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇതൊക്കെ കണക്ക് കൂട്ടാനും അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ടാണ് ഈ ബോർഡ്, അതിന് മേലുദ്യോഗസ്ഥർ, അതിന് വകുപ്പ് മന്ത്രി ഇതൊക്കെ ഇരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ എന്ത് അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങ് നേരത്തെ പറഞ്ഞത് മുഴുവനും പവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല. അതിന് നമ്മുടെ പ്രത്യേകമായ സാഹചര്യമുണ്ട്. അതായത് നമുക്ക് ജലവൈദ്യുതി പദ്ധതി പ്രഖ്യാപിക്കാം,
പ്രഖ്യാപിക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം സമരം ഉണ്ടാവും. അത് നമ്മുടേതായ തനത് പ്രഖ്യാപിച്ചാലും അത് നടപ്പാകണമെങ്കിൽ ഒരു 5-8 വർഷമൊക്കെ ആവും. തീർച്ചയായും. അല്ല, മാത്രമല്ല നമുക്ക് ഈ 5-8 വർഷം മുമ്പ് അത്തരം ചർച്ചകൾ ഉണ്ടായപ്പോഴും ഈ പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് 70% വൈദ്യുതി പുറത്തുനിന്ന് കണ്ടെത്തേണ്ടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നതിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, അതിന് എത്ര ചിന്തയുണ്ടായിട്ടുണ്ട്, എത്രത്തോളം കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെ രാഷ്ട്രീയമായി കാണണമോ സാങ്കേതികമായി കാണണമോ എന്നുള്ളത് നമ്മുടെ മാത്രം രാഷ്ട്രീയ ലാഭചിന്ത കൊണ്ട് ഉണ്ടാകേണ്ടതല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. Meet the editors.